Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Good morning. എല്ലാവർക്കും good morning കേട്ടോ. നമ്മള് പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ അവിടം വരെയാണല്ലേ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്ന അവിടം വരെ. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എമർജൻസി ടൈമില് ബെഡ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് വൺ, ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. അതായത് ഇലക്ടീവ് കേസുകൾ ഉണ്ടെങ്കിൽ, അതായത് അധികം പ്രശ്നമില്ലാത്ത കേസുകൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ കിടക്കുകൾ, ബെഡ്സ് അവിടെ അവൈലബിൾ ആകുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. സുഖം പ്രാപിക്കുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുക. അധികം പ്രശ്നമൊന്നും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഭേദമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. അതായത് എന്താ പറയാ, നോൺ എമർജൻസി അല്ലാത്ത, അതായത് അത്യാഹിത വിഭാഗങ്ങളിലല്ലാത്ത പേഷ്യൻസ്, നോൺ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് നിർത്തുക. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ചേഞ്ച് വെയിറ്റിംഗ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻടു മേക്ക് ഷിഫ്റ്റ് വാർഡ്സ്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയകളൊക്കെ ഉണ്ടല്ലോ, പേഷ്യൻസിന്റെ ഒക്കെ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെയിറ്റിംഗ് ഏരിയകളൊക്കെ എന്താണ്, വാർഡുകളാക്കി മാറ്റാം. അപ്പൊ വാർഡുകളൊക്കെ എന്തായി മാറും, ICU ആക്കി മാറും കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ള ജനറൽ വാർഡുകളൊക്കെ എന്താക്കി മാറ്റാം, ICU ആക്കി മാറ്റാം. എന്നാൽ മാത്രമാണ് എമർജൻസി ടൈമിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ വാർഡിലുള്ള പേഷ്യൻസിനെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, വെയിറ്റിംഗ് ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് ലൈസൺ. അതുപോലെ തന്നെ ഒരു പൊതുജന എന്താ പറയാ, പബ്ലിക് ഇൻഫോർമേഷൻ, പൊതുജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആസൂത്രണം ചെയ്യുക. അതായത് ഇന്ന ആളുകള്, ഇപ്പൊ നമുക്കറിയാലോ ഡിസാസ്റ്റർ സമയത്തൊക്കെ ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ പറയായിരിക്കുള്ളൂ ആളുകളൊക്കെ എവിടെയാണ്, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ എവിടെയാണെന്നുള്ളൊരു വെപ്രാളത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക. അപ്പോ ഇത് ഇല്ലാതാക്കി തീർക്കണമെങ്കിൽ അവരുമായിട്ട് എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. ആളുകളുമായിട്ട്, പൊതുജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോ അതും എന്ത് ചെയ്യുക, നടപ്പാക്കുക. Then planning for security of hospitals in emergency situation. ഇനി എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? 6 പോയിന്റ് പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോഴ്സ് പ്ലാനിങ്, പേഴ്സണൽ പ്ലാനിങ്. അതിനകത്ത് പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനുള്ളിലും ഹോസ്പിറ്റലിന് പുറത്തേക്കുമുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. Then transportation to and from the site to other hospitals. ഹോസ്പിറ്റലിനകത്തേക്കും ഹോസ്പിറ്റലിന് പുറത്തേക്കുമുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ. നമുക്കറിയാലോ, ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാല് ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിരിക്കില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പുറത്തേക്ക് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ദെൻ സ്റ്റോർസ് പ്ലാനിങ്, അതായത് അടിയന്തരമായിട്ടുള്ള മെഡിസിൻസ് അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ പ്ലാനിങ്ങുകള്. ദെൻ പേഴ്സണൽ പ്ലാനിങ്ങിൽ വരുന്നത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകളുടെ കാര്യമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അതായത് മാൻ പവർ ആവശ്യമാണ് അല്ലെ, അതിന് വേണ്ടിയിട്ട് മനുഷ്യരാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അവരുടെ അവൈലബിലിറ്റി ആണ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ പറയുന്നത് നോക്കി എന്താണെന്ന്, മെഡിക്കൽ സ്റ്റാഫ്, മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, പാര ആൻഡ്
pre-clinical disciplines and standby. Staff should be ready for services in the control room, command center. For medical സ്റ്റാഫുകളായാലും അതായത് ക്ലിനിക്കൽ സ്റ്റാഫുകൾ അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ഏത് സമയം അടിയന്തര സാഹചര്യങ്ങളിൽ സർവീസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. കൺട്രോൾ റൂമിൽ അല്ലെങ്കിൽ പറയുന്ന കമാൻഡ് സെന്റർ എന്ന് പറയുമ്പോൾ നിശ്ചിതമായിട്ടുള്ള ഒരു ഏരിയ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്തിരിക്കണം, സർവീസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം. Then nursing staff. Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. അതായത് നഴ്സിംഗ് സൂപ്രണ്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിൽ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നഴ്സുമാരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോ നഴ്സുമാർക്കും അവരവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും ആവശ്യമെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്ന് നഴ്സുമാരെ വലിക്കുകയും ചെയ്യുന്നത് ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ. Then ancillary staff, ancillary medical service, example radiology, laboratory, blood bank, and also other hospital service, example housekeeping, sanitation, stores, pharmacy, kitchen should be available. Ancillary staff എന്ന് പറഞ്ഞാൽ അനുബന്ധമായിട്ടുള്ള അംഗങ്ങളാണ്. അതായത് സഹായിക്കാനായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, ലബോറട്ടറിയിൽ നിന്ന്, ബ്ലഡ് ബാങ്കിൽ നിന്ന്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോർ, ഫാർമസി, ഈ സ്ഥലത്തൊക്കെ ഉള്ള സ്റ്റാഫുകൾ എന്തിന് അവൈലബിൾ ആയിട്ട് നിൽക്കണം, സർവീസ് ചെയ്യാൻ, എമർജൻസി സിറ്റുവേഷനിൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം. Then volunteers, the role which volunteers will assume during the time of a disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. Volunteers നമുക്കറിയാം, ഒരു എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അംഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. വളണ്ടിയേഴ്സ് ഒരു ദുരന്തം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആ ഒരു ദുരന്തത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് റിഹേഴ്സൽ സഹിതം, അതായത് പ്രാക്ടീസ് സഹിതം ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, മോക്ക് ഡ്രില്ലുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, അതായത് ദുരന്തം നേരിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പെട്ടെന്നൊരു എന്താ പറയാ ഒരു പ്രാക്ടീസ് എന്ന പോലെയാണ് നടത്തുന്നത്. ഈ വളണ്ടിയേഴ്സ്, രക്ഷാപ്രവർത്തകരൊക്കെ എന്താ ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അടിയന്തര സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്. Then reserve staff. Hospital must be identifying physicians, nurses and retired hospital workers or who have changed carriers to work outside of healthcare service or now working areas other than direct patient care. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഫിസിഷ്യന്മാര്, നഴ്സുമാര്, റിട്ടയർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വർക്കേഴ്സ്, അവരൊക്കെ എന്താണ് ഈ ഡിസാസ്റ്ററിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, ചില ആളുകള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവരൊക്കെ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടൊക്കെ പോയി അല്ലെങ്കിൽ മറ്റു പല ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ ഡിസാസ്റ്റർ സമയത്ത് എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ തിരികെ വിളിക്കുന്നുണ്ട്, അവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത് കേട്ടോ. Then last one ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അതായത് എമർജൻസി മെഡിസിൻ അതുപോലെ തന്നെ എക്യുപ്മെന്റുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ സംഭവങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ, ഇതിൽ തന്നെ പോയാൽ മതിയില്ലേ? ഫാസ്റ്റ് കൂടുതലാണോ? എല്ലാവർക്കും അതേ അഭിപ്രായമാണോ ഉള്ളത്? ഇല്ല. ഇത് നമുക്ക് ജസ്റ്റ് വായിക്കാനുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് സ്പീഡായിട്ട് പോകുന്നത്. എക്സ്പ്ലനേഷൻ അങ്ങനെ ഡീപ്പായിട്ട് വേണ്ട, ഇതിന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാവുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. ഡിസാസ്റ്റർ ഫേസ് കേട്ടോ. ഡിസാസ്റ്റർ ആക്ടിവേഷൻ, alter and mobilization phase, plans for alerting the disaster committee, staff, other facilities via phones, paging and mobilizing resources to suitable activated areas. Incident commander, an incident commander who must be free to command and coordinate the overall disaster response, must be appointed by hospital administration, example an emergency department physician with the emergency medical service. ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്താണ്? ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പല പല കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യും, പല പല സ്റ്റാഫുകളെയും എന്ത് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഞാൻ പറഞ്ഞ്, എമർജൻസി മെഡിസിൻസ് അതുപോലെ തന്നെ എമർജൻസി എക്യുപ്മെന്റുകൾ വാങ്ങാനുള്ള, അടിയന്തരമായിട്ട് വാങ്ങാനുള്ള ക്യാഷ് നമുക്ക് എവിടെ അവൈലബിൾ ആകണം? ഹോസ്പിറ്റലിൽ അവൈലബിൾ ആകണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഡിസാസ്റ്റർ ആക്ടിവേഷൻ പറയാം. ഞാൻ പറഞ്ഞു കോഡുകൾ അലേർട്ട് ചെയ്യും അല്ലെ, കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് അവിടെയുള്ള സ്റ്റാഫുകളെ നമ്മൾ നിരത്തി നിർത്തും. ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആംബുലൻസിന്റെ സ്റ്റാഫുകൾ ഉണ്ടാകാം, വാർഡ് ബോയ്കൾ ഉണ്ടാവാം, സെക്യൂരിറ്റികളൊക്കെ ഉണ്ടാകാം. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓരോ പൊസിഷനിൽ നിരത്തി നിർത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ പറയുന്നത്. കോഡുകൾ അലേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇത് എങ്ങനെയാണ് അലേർട്ട് ചെയ്യുന്നത്? അത് ഫോണിലൂടെയാകാം, അല്ലെങ്കിൽ പേജിങ് അല്ലെ. പേജിങ് എന്താണ്? സ്പീക്കർ അല്ലെങ്കിൽ മൈക്രോഫോണിലൂടെയാകാം കോഡുകളൊക്കെ നമ്മൾ അലേർട്ട് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോഡുകൾ അലേർട്ട് ചെയ്യുന്നതും സ്റ്റാഫുകളെ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? ഡിസാസ്റ്റർ ആക്ടിവേഷനിൽ പറയുന്നത് കേട്ടോ. നമ്മളൊരു കോഡ് ബ്ലൂ എന്ന് നമ്മളിങ്ങനെ അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസാസ്റ്റർ ആക്ടിവേഷൻ ആണ് കേട്ടോ. ഡിസാസ്റ്റർ ആക്ടിവേഷൻ ആണ് അത്. എന്തെങ്കിലും ഒരു കാര്യം, ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ. അടുത്തത് ഇൻസിഡന്റ് കമാൻഡർ. ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, അതായത് ആ ഒരു ഡിസാസ്റ്റർ പ്ലാനിങ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ റെസ്പോൺസ്, എമർജൻസി എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രതികരണം, റെസ്പോൺസ് എങ്ങനെയാണ് സ്റ്റാഫുകളുടെ വേണ്ടത്, അങ്ങനെയുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്ലാനിങ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നതാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തത് ഇൻസിഡന്റ് സ്റ്റാഫിലോട്ട് പോകാം. The purpose of the incident staff, comprised of command and general staff, is to provide the hospital IC with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. എന്താ ചെയ്യുന്നത്? അതായത് ഇൻസിഡന്റ് സ്റ്റാഫ് എന്താ ചെയ്യുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും, അതായത് മാൻ പവർ കേട്ടോ, ഓരോ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങള് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഓക്കെ, then B, a staff comprising the 7 positions most apt for medium-sized disaster: planning, logistic, operation, finance, public relation, safety and security, liaison. അപ്പൊ നമ്മളൊരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലില് ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനെ 7 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒരു ഡിസാസ്റ്റർ ഇപ്പൊ വരാൻ പോവുകയാണെന്നൊരു വിവരം കിട്ടിക്കഴിഞ്ഞാല് ആ പ്ലാനിങ് നമ്മൾക്ക് 7 ആയിട്ട് തിരിക്കാം. അതായത് 7 രീതിയിലാണ് ആ ഡിസാസ്റ്ററിന്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നത്. എങ്ങനെയാണ്? ആദ്യം നമുക്ക് പ്ലാനിങ് ഉണ്ടാകും, രണ്ടാമത് ലോജിസ്റ്റിക്സ് ആണ്, മൂന്നാമത് ഓപ്പറേഷൻ, 4 ഫിനാൻസ്, 5 പബ്ലിക് റിലേഷൻ, 6 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. ഈ കാര്യങ്ങളിലൂടെയാണ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. ആദ്യത്തെ ഞാൻ ഒന്നുകൂടി പറയാം. ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ നേരിടാൻ പോവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇൻസിഡന്റ് സ്റ്റാഫ് ആണ്, അല്ലെങ്കിൽ ഇൻസിഡന്റ് കമാൻഡർ ആണെന്ന് നമുക്ക് പറയാം.
രണ്ടാമത്തത്, ഒരു ഡിസാസ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ 7 ഘട്ടങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഓരോ പ്ലാനും കാര്യങ്ങളും ആക്ടിവേറ്റ് ആക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ് ഓർ നോ പറയൂ. ആണ്. അടുത്തത് നോക്കാം നമുക്ക്. When disaster strikes, activities in hospital, authorized individuals are called to declare a major, doctor major, CEO, medical director, nursing director, senior physician implements the disaster plan. Police and fire departments are informed. A telephone operator announces doctor major 3 times every 30 seconds for a period of 3 minutes. Physicians and other staff who are off duty are recalled. All departments implement established procedure. Written instructions are given for many important areas to medical staff and house officers by a designated staff. Special instructions are given to disaster chief, chief of emergency room, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relatives waiting room, admitting office, X-ray department, blood bank, CSSD. Chiefs are assigned to key areas. Security and support personnel control the traffic. Triage is initiated next to ambulance entrance. Triage instructions: do not allow casualties to pile up. Sort patients rapidly. Tag them appropriately. Route to appropriate treatment areas. ഇവിടെ എന്താ പറയുന്നത്? അതായത് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന ഒരു സമയത്ത്, ഒരു ദുരന്തം ഒരു ഹോസ്പിറ്റലിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് ഡോക്ടർ മേജർ എന്ന് വിളിക്കാം. അദ്ദേഹമാണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് എന്താ പറയുക നേതൃത്വം കൊടുക്കുന്നത്. അത് ഹോസ്പിറ്റലിലെ CEO ആവാം, മെഡിക്കൽ ഡയറക്ടർ ആവാം, നഴ്സിംഗ് ഡയറക്ടർ ആവാം, സീനിയർ ഫിസിഷ്യൻ ആവാം. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള നേതൃത്വം ആ ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോലീസിനെയും ഫയറിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇവരുടെ നിർദ്ദേശപ്രകാരം ടെലിഫോൺ ഓപ്പറേറ്റർ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മേജർ എന്ന് 3 പ്രാവശ്യം 30 സെക്കൻഡ് കൂടും, അതായത് 3 മിനിറ്റില് ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും 3 പ്രാവശ്യം ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നത് കേട്ടോ. ഡോക്ടർ മേജർ എന്ന് പറയുന്നത് ഇന്ന പൊസിഷനിലുള്ള ആളുകളാണ്, CEO, മെഡിക്കൽ ഡയറക്ടർ, അങ്ങനെയുള്ള ആളുകൾ. അവരെന്താ ചെയ്യുന്നത്? ആദ്യം പോലീസിനെയും ഫയറിനെയും ഇൻഫോം ചെയ്യും. അവരുടെ നിർദ്ദേശപ്രകാരം ടെലിഫോൺ ഓപ്പറേറ്റർ ഡോക്ടർ മേജർ എന്ന് പ്രൊക്ലെയിം ചെയ്യും. എപ്പോഴാണ് പ്രൊക്ലെയിം ചെയ്യുന്നത്? എങ്ങനെയാണ്? അതായത് 3 പ്രാവശ്യം 30 സെക്കൻഡ് കൂടുമ്പോൾ 3 മിനിറ്റിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആക്ടിവേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിലൂടെ എന്ത് ചെയ്യാണ്? ഇപ്പോ ഓഫ് ഡ്യൂട്ടി ആയിട്ടുള്ള സ്റ്റാഫുകളും ഡോക്ടർമാരൊക്കെ ഇല്ലേ, അവരൊക്കെ എന്ത് ചെയ്യാണ്? ഇതിലേക്ക് വിളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലിരിക്കേണ്ട, നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആവണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവരെ വിളിച്ചു വരുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അലേർട്ടിലൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങള് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയകളിലേക്കും ഇതിലൂടെ പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് ഡിസാസ്റ്റർ ചീഫിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എമർജൻസി റൂം, ട്രയേജ് ഏരിയയില്, വെയിറ്റിംഗ് റൂമില്, അതുപോലെ തന്നെ മറ്റു പല ഹോസ്പിറ്റലിന്റെ ഇപ്പൊ CSSD, ബ്ലഡ് ബാങ്ക് പോലുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആക്ടിവേഷനിലൂടെ ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് ഡോക്ടർ മേജർ ആരാണ്? ആ ഒരു CEO, മെഡിക്കൽ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക കേട്ടോ. പിന്നെ എപ്പോഴാണ് ഈ ഒരു ഡോക്ടർ മേജർ ആരാണ് അനൗൺസ് ചെയ്യുന്നത്? ആരാണ് അനൗൺസ് ചെയ്യുന്നേ? ഒന്ന് കമന്റ് ചെയ്തേ. ആരാ അനൗൺസ് ചെയ്യുന്നത് ഡോക്ടർ മേജർ? ആരാണ് ഡോക്ടർ മേജർ അനൗൺസ് ചെയ്യുന്നത്? അവരൊക്കെയാണ് ചുമതല. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യുക കേട്ടോ.
സിഇഒയുടെയും മെഡിക്കൽ ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരം ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് എന്ത് ചെയ്യുക, അനൗൺസ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ടൈമും നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം കേട്ടോ. ടൈമും ഓർത്തിരിക്കേണ്ടതാണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ അതിനകത്ത് വരുന്നത്. 3 times every 30 seconds for period of 3 minutes. സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ അവരൊക്കെ എന്താണ് ഡോക്ടർ മേജർ വിശേഷിപ്പിക്കുന്ന ആളുകളാണ് കേട്ടോ. ഇനി നോക്കിയാൽ നിങ്ങള് സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദ ട്രാഫിക് റേജ് ഈസ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് സെന്റേഴ്സ്. ആംബുലൻസ് സെന്റേഴ്സില് ആളുകളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് സെക്യൂരിറ്റി പേഴ്സണൽ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തൊക്കെയാണ് ട്രയാജ് ഇൻസ്ട്രക്ഷൻസുമായി ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. അതായത് ആളുകൾ എന്ത് ചെയ്യണം, അതായത് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് വന്നിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ആംബുലൻസിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നടന്നു വരുന്ന പേഷ്യൻസ് ഉണ്ടാവാം. അവരൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അകത്തേക്ക് എൻട്രൻസ് പ്രവേശിപ്പിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആളുകൾ വരുമല്ലോ അവിടെ, അവരെന്ത് ചെയ്യരുത്, പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. അവരെന്ത് ചെയ്യരുത്, പ്രവേശിപ്പിക്കരുത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യരുത്, ആളുകളെ പ്രവേശിപ്പിക്കേണ്ടത്. രണ്ടാമത്തത് സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി. ആളുകൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടണം കേട്ടോ. അതായത് ആളുകളെ പെട്ടെന്ന് സോർട്ട് ചെയ്യുക, ദെൻ അകത്തേക്ക് പെട്ടെന്ന് കയറ്റി വിടുക. ദെൻ ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്യുക. അതായത് തീരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും, ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസ് ഉണ്ടാകും, അവരെന്ത് ചെയ്യണം, ടാഗ് ചെയ്യണം. റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. അവർക്ക് എവിടെയാണ് അവർ പോകേണ്ട ഏരിയ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ അതിനകത്തോട്ട് കയറ്റി വിടുക. ചിലവർക്ക് പോകേണ്ടത് OPD-യിലായിരിക്കാം, ചിലവർക്ക് പോകേണ്ടത് എമർജൻസി റൂമിലായിരിക്കാം, ചിലവരാണെങ്കിൽ ചിലപ്പോ ഡോക്ടേഴ്സിനൊക്കെ കാണാൻ വരുന്ന മെഡിക്കൽ റെപ്പുകളായിരിക്കാം. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക, കടത്തി വിടാന്നുള്ളത് സെക്യൂരിറ്റി പേഴ്സണലിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും വരെ പറഞ്ഞതില് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങക്ക്? കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആയോ? അടുത്തത് പറഞ്ഞോട്ടെ. ഇതൊക്കെ വായിച്ചു പോവാന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അതാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും, കുറച്ച് എഴുതാനും കൂടി ഉണ്ട് അത്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഏരിയാസ് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ട്രീറ്റ്മെന്റ് ഏരിയസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷന്, ലൈഫ് ത്രെട്ടണിങ് ഹെമറേജ്. അതായത് എമർജൻസി റൂം എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ ആയിട്ടുള്ള പേഷ്യൻസ്, ലൈഫ് ത്രെട്ടണിങ് അതായത് ജീവന് ഭീഷണിയാകുന്ന പേഷ്യൻസ്, ഹെമറേജ് സംഭവിക്കുന്ന പേഷ്യൻസ്, രക്തക്കുഴലൊക്കെ പൊട്ടുന്ന പേഷ്യൻസ്, അവരെയൊക്കെയാണ് എവിടെ കൊണ്ടുവരിക, എമർജൻസി റൂമിൽ ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ ആയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് സർജറി ആർക്കൊക്കെയാണ്, സീരിയസ് കാഷ്വാലിറ്റി കേസുകള്, അതുപോലെ തന്നെ ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ്, അതായത് നെഞ്ചിന്റെ ഭാഗത്ത് പരിക്കുകളുള്ളവര്, വയറിന്റെ ഭാഗത്ത് സീരിയസ് ആയിട്ട് ആഘാതം ഏറ്റിട്ടുള്ളവര്, അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ഓപ്പൺ ഫ്രാക്ചറുകൾ, മാരകമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുള്ളവരൊക്കെയാണ് സർജറിക്ക് വിധേയരാക്കുക. മൂന്നാമത്തത് ഡെലിവറി സ്യൂട്ട്, വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസീസ്, ട്രോമാറ്റിസൈഡ് പ്രഗ്നന്റ് വുമൺ. അതായത് ഡെലിവറി ആകാൻ പോകുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളവര്, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് വലിയ രീതിയിലുള്ള ആഘാതം ഏറ്റിട്ടുള്ളവര്, ഇവരൊക്കെ എവിടെയാണ് കൊണ്ടുപോവുക, ഏത് ഏരിയയിലേക്കാണ് കൊണ്ടുപോവുക, ഡെലിവറി സ്യൂട്ടിലേക്കാണ് കൊണ്ടുപോവുക. ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി അറിയാവുന്നതായിരിക്കും അല്ലെ.
ദെൻ ICUയില് മെഡിക്കൽ എമർജൻസീസിനെയാണ് ട്രീറ്റ് ചെയ്യുക. ICUയിൽ ആരെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? മെഡിക്കൽ എമർജൻസീസിനെയാണ് ട്രീറ്റ് ചെയ്യുക കേട്ടോ. ദെൻ അടുത്തത് OPD ഏരിയ. OPD ഏരിയ എന്ന് പറയുന്നത് അൺസാൽവജബിൾ കേസസ് ആണ്. അൺസാൽവജബിൾ കേസസ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ പറ്റാത്ത കേസുകളുണ്ട്. മരിക്കാറായ പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അവരെയൊക്കെ എവിടെയാണ് കൊണ്ടുവരിക? അതായത് തീരെ സർവൈവലിന് സാധ്യതയില്ലാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും. അവരെ കൊണ്ടുവരുന്നത് OPD ഏരിയയിലാണ് കേട്ടോ. OPD ഏരിയയിലാണ് കൊണ്ടുവരിക. ദെൻ റേഡിയോളജി. റേഡിയോളജിയിൽ ആരെയാണ്? ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപീഡിക് സെന്റർ. അതുപോലെ തന്നെ എന്താ പറയാ, അതായത് പൊട്ടലും മറ്റു അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കില്ലേ, അതൊക്കെ റേഡിയോളജിയിലോട്ട് കൊണ്ടുവരും. ദെൻ എമർജൻസി റൂം, അതായത് ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷനുള്ള എമർജൻസി റൂം അല്ല, വേറെ തരത്തിലുള്ള ഒരു എമർജൻസി റൂം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ആളുകൾ എന്ന് പറയുന്നത് മൈനർ ഇഞ്ചുറീസ് സംഭവിച്ചവര്, ആംബുലറ്ററി പേഷ്യൻസ് കേട്ടോ. മൈനർ ഇഞ്ചുറീസ് ആയവര് അതുപോലെ തന്നെ ആംബുലേറ്ററി പേഷ്യൻസിനെയാണ് എമർജൻസി റൂമിൽ കൊണ്ടുവരുന്നത്. ദെൻ സൈക്യാട്രിയിൽ കൊണ്ടുവരുന്നത് ഹിസ്റ്റീരിയ. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് അപസ്മാരം സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ ബിഹേവിയർ എമർജൻസീസ്, പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെയാണ് സൈക്യാട്രിയിൽ കൊണ്ടുവരുന്നത്. ദെൻ മെഡിറ്റേഷൻ റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. ഇനി മെഡിറ്റേഷൻ റൂമിൽ ആരെയാണ് കൊണ്ടുവരുന്നത്? ഇമോഷണൽ ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, മെന്റലി വീക്ക് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് മെഡിറ്റേഷൻ റൂമിൽ കൊണ്ടുവരിക. ദെൻ സെമിനാർ റൂം. സെമിനാർ റൂമിൽ അൺഇഞ്ചേർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ്, റിലേറ്റീവ്സ്, അതായത് പരിക്കുകൾ ഇല്ലാത്തവര് അതുപോലെ ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ റിലേറ്റീവ്സിനൊക്കെ എവിടെ കൊണ്ടുവരുന്നതായിരിക്കും? സെമിനാർ റൂമിലാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഏരിയാസ് ക്ലിയർ ആണോ? ട്രീറ്റ്മെന്റ് ഏരിയാസ് ക്ലിയർ ആണോ? ഹിസ്റ്റീരിയ അപസ്മാരം കേട്ടോ, അപസ്മാരം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. സെമിനാർ റൂമില് അൺഇഞ്ചേർഡ്, പരിക്കുകളില്ലാത്ത പേഷ്യൻസ്, ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ റിലേറ്റീവ്സ് ഒക്കെയാണ് സെമിനാർ റൂമില് കൊണ്ടുവരിക കേട്ടോ. അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ മാറ്റണ്ടേ, ഷിഫ്റ്റ് ചെയ്യട്ടെ, എന്നാൽ മാത്രമേ അവിടെയുള്ള അവരുടെ റൂം എന്ന് പറയുന്നത് നമുക്ക് ICUക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഹെമറേജ് എന്ന് പറഞ്ഞാല് സെറിബ്രൽ ഹെമറേജ് ഉണ്ട്, സെറിബ്രൽ ത്രോംബോസിസ് ഉണ്ട്. സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാല് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാല് രക്തക്കുഴലുകൾ കട്ട പിടിക്കുന്ന അവസ്ഥ. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, MRI ഒക്കെ ചെയ്തിട്ട് പേഷ്യൻസിന്റെ എന്താ പറയാ കണ്ടീഷൻ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുക. ചിലപ്പോൾ അറിയാൻ പറ്റില്ല, രോഗിക്ക് ചിലപ്പോൾ വരുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താ പറയാ കുറച്ച് കഴിയും തോറും ചിലപ്പോൾ സീരിയസ് ആകുന്ന കണ്ടീഷനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകളിൽ MRI ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഹെമറേജ് ആണോ ത്രോംബോസിസ് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഡെഫിനിറ്റീവ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ്? കൃത്യമായ പരിചരണം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ. രോഗികൾ വരുമ്പോൾ, എമർജൻസി ആയിട്ട് പേഷ്യൻസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഡാറ്റ റിസീവ്ഡ്, റെക്കോർഡഡ് ആൻഡ് ഡയറക്റ്റഡ് ടു ദ ബിസിനസ് ഓഫീസ്, അഡ്മിറ്റിംഗ് ഓഫീസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ആൻഡ് റിലീസ്. റെക്കോർഡ് സ്വീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. അതായത് എമർജൻസി പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ ഡാറ്റ റിസീവ് ചെയ്യുക, അവരെ റെക്കോർഡ് ചെയ്യുക, പിന്നെ ആവശ്യമെങ്കിൽ അവരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് കൊണ്ടുപോവുക, പബ്ലിക് റിലേഷൻ ഓഫീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, then third point, patients who are discharged are directed to admitting discharge office. Discharge ചെയ്യപ്പെടുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ അഡ്മിറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിലേക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ, അവരെ ഷിഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. Then disaster chief medical director, director of nursing, CEO may authorize an all clear announcement. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അതായത് ഡിസാസ്റ്റർ, ഒരു ദുരന്തം സംഭവിച്ചു, ആ ദുരന്തത്തിന് ഇരയായിട്ടുള്ളവർക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ശാന്തമാവും.
ഭയങ്കര പീസ്ഫുൾ ആകും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ഡിസാസ്റ്റർ ചീഫിനോ മെഡിക്കൽ ഡയറക്ടർക്കോ ഡയറക്ടർ ഓഫ് നഴ്സിംഗിനോ സിഇഒക്ക് എന്ത് ചെയ്യാം, ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം കേട്ടോ. ശാന്തമായി കഴിഞ്ഞാല് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു, ഒരു ദുരന്തത്തിന് ഒരു 100 ആളുകൾ വന്നാൽ 100 ആളുകളെയും പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസാസ്റ്റർ അവസാനിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രൊക്ലെയിം ചെയ്യാം. ഓക്കെ, the telephone operator will then make an all clear announcement over the public address system. സസം എന്നല്ലട്ടോ, അത് തെറ്റാണ്, ഇവിടെ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. he will announce code green. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം ക്ലിയർ ആയ ശേഷമാണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കുന്നത്. ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കുന്നത് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. പബ്ലിക് അഡ്രസ്സിലേക്കാണ് എന്ത് കൊടുക്കുക, ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും ഇതൊരു ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സിസ്റ്റത്തിലേക്കോ സ്പീക്കർ ഉപയോഗിച്ചോ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുക. അപ്പൊ ഓൾ ക്ലിയർ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഡാണ് കോഡ് ഗ്രീൻ കേട്ടോ. അപ്പൊ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ കോഡ് ഗ്രീൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ആണ്, എല്ലാം ശാന്തമായി അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതിനുള്ളൊരു അനൗൺസ്മെന്റ് ആയിട്ടാണ് അവിടെ വരിക. ഓക്കെ, ദുരന്തം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ആക്ടിവേറ്റ് ചെയ്യാം, ഡോക്ടർ മേജർ എന്നാ പറയാ അല്ലെ. ഇനി ഇതൊരു ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശാന്തമായി കഴിഞ്ഞാല് എന്താ പറയാണ്, എന്ത് ആക്ടിവേഷൻ നടത്തുന്നേ, ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ആണ്, കോഡ് ഗ്രീൻ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഡോക്ടർ മേജർ എന്ന ദുരന്ത സമയത്ത് അനൗൺസ് ചെയ്യുന്നു, ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ആണ്, കോഡ് ഗ്രീൻ ആണ് കേട്ടോ. നമുക്ക് നോക്കാം ഡിസാസ്റ്റർ കോഡ് ബ്ലോക്ക്. ഞാൻ പറയാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് തന്നെ കോഡ് ബ്ലോക്ക് പഠിക്കാനുണ്ട്, അപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ നോക്കാം നമുക്ക്. ഡീമൊബിലൈസേഷൻ ഫേസ്, declaring the disaster to be over, the decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administrators. The deactivation should not be too early, premature, or too late. It is very difficult to reactivate the emergency plan once it has been declared over because staff tiredness starts, which is difficult to overcome. അതായത് ഈ ദുരന്തം അവസാനിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം, ഡീആക്ടിവേഷൻ ചെയ്യണം. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവേഷൻ ആരംഭിക്കുന്നതാണ്, കോഡുകളൊക്കെ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ദുരന്തം അവസാനിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാനായിട്ട് ആ ഒരു പ്രഖ്യാപിക്കൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനെയാണ് ഡീആക്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇൻസിഡന്റ് കമാൻഡർ ഉണ്ട്, അതുപോലെ തന്നെ ആശുപത്രി അധികൃതരുണ്ട്. അവരൊക്കെ ആ ഹോസ്പിറ്റലിന്റെ സ്ഥിതിഗതികൾ നേരത്തെ കണ്ടീഷണർ നോക്കി വിലയിരുത്തിയ ശേഷം എന്തിന് ഉത്തരവിടും, ഡീആക്ടിവേഷൻ ചെയ്യാനായിട്ട് ഉത്തരവിടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഡീആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിച്ച ഒരു സമയം, ഭയങ്കരമായിട്ട് ആളുകൾ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നു. അപ്പോ അങ്ങനെ വരുന്ന ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഇൻസിഡന്റ് കമാൻഡർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിയോഗിച്ച ഒരു വ്യക്തിയായിരിക്കും ഇൻസിഡന്റ് കമാൻഡർ. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ ഹോസ്പിറ്റലിലെ ഓവറോൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്ത് പോവുക. അപ്പോ ഇങ്ങനെയുള്ള കാര്യം, അതായത് ആ ഇൻസിഡന്റ് കമാൻഡറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും, ഡീആക്ടിവേഷൻ പുറപ്പെടുവിക്കുന്നതാണ്. ഈ ഡീആക്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ നേരത്തെയും ആകരുത്, വളരെ വൈകിയും ആകരുത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് 100 പേരെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് അവിടെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഡീആക്ടിവേഷൻ ചെയ്യാണ്, ദുരന്തം അവസാനിച്ചതായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക, അതായത് അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ.
റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും, ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് തുടങ്ങും. പിന്നെ എക്യുപ്മെന്റുകളും മെഡിസിനൊക്കെ എന്ത് ചെയ്യും, അതായത് സ്റ്റോർ റൂമുകളിലൊക്കെ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും. പക്ഷെ 100 പേരെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് വിചാരിക്കുക, തൊട്ട് പുറകെയായിട്ട് ഒരു 50 പേരെ വീണ്ടും കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ആളുകളൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് തുടങ്ങിയതാണ് അല്ലെ. അപ്പോ അവർക്ക് അതിനകത്തോട്ട് പോകാനുള്ളൊരു എന്താ പറയാ ക്ഷീണിതരായിട്ടായിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. അപ്പൊ കുറച്ചും കൂടി അതായത് വീണ്ടും അതിലേക്ക് പോകാനായിട്ടൊരു എന്താ പറയാ ഒരു വിമുഖത ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് സ്റ്റോപ്പ് ഇട്ടിട്ട് സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ഇത് നിർത്തി എന്ന് അനൗൺസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് വളരെ നേരത്തെയും ആകരുത്, വളരെ വൈകിയും ആകരുത് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? നമുക്ക് പബ്ലിക് റിലേഷൻ ഒന്ന് നോക്കാം കേട്ടോ. പബ്ലിക് റിലേഷന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് issues information and message to media. ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് മീഡിയയ്ക്ക് മെസ്സേജും ഇൻഫോർമേഷൻ ഒക്കെ പാസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത് ആക്ട്സ് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. അഡ്മിനിസ്ട്രേറ്റർക്കും പേഷ്യന്റ് റിലേറ്റീവ്സിനും ഇടയ്ക്കുള്ള മീഡിയേറ്റർ ആയിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് റിലേറ്റീവ്സിനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഭരണാധികാരികൾക്കും ഇടയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്താ പറയാ അത് പരിഹരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് സെൻട്രലൈസസ് ഇൻഫോർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റിയിലെ വിവരങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്. അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ന്യൂസ് ന്യൂസുകളിലൊക്കെ ഡെത്ത് ആയ കേസുകള് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒക്കെ പിക്ചേഴ്സ് നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾക്ക് അത് പൂർണ്ണമായിട്ട് ആ ഒരു പിക്ചർ നമുക്ക് അവൈലബിൾ അല്ല. അതായത് മങ്ങിയ രൂപത്തിലായിരിക്കും ഇത് കിട്ടുക, നമുക്ക് പിക്ചർ അവൈലബിൾ ആവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ട് ഏതെങ്കിലും ഒരു പേഷ്യൻസ് കിടക്കുകയാണ്, അപ്പൊ നമുക്ക് അവരുടെ പിക്ചർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് രീതിയിലായിരിക്കണം എന്നില്ല മീഡിയ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫോട്ടോഗ്രാഫ്സ് കൺട്രോൾ ചെയ്യുന്നു, അതായത് പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങള് പുറത്ത് ലീക്ക് ഔട്ട് ചെയ്യാതെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. Then last one, prepares and post updated casualty list. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലില് എത്ര പേർ ഡെത്ത് ആയിട്ടുണ്ട്, എത്ര പേര് ക്രിട്ടിക്കൽ ആയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നത് കേട്ടോ. അതായത് കൺട്രോൾ ഓൾ ഫോട്ടോഗ്രാഫ്സ്, പ്രിപ്പേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റഡ് കാഷ്വാലിറ്റി ലിസ്റ്റ്. ആ 2 പോയിന്റ് ലാസ്റ്റത്തെ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് നോക്കാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Be prepared to receive and help disaster casualties need urgent life-saving measures. ദുരന്ത ബാധിതരെ സ്വീകരിക്കാനും സഹായിക്കാനും തയ്യാറായി നിൽക്കുക. അതുപോലെ തന്നെ അടിയന്തര ജീവൻ രക്ഷാ നടപടികൾ ആവശ്യമായിട്ടുള്ളത് സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പറയുന്നത്. അപ്പൊ ദുരന്തം വരുന്ന സമയത്ത് അവരെ റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ടിരിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അടിയന്തര ജീവൻ രക്ഷാ നടപടികൾ ചെയ്യുക. അതാണ് ആദ്യത്തേത് കേട്ടോ. രണ്ടാമത്തേത് സീ ദാറ്റ് എക്സ്ട്രാ നഴ്സസ് ആർ അസൈൻഡ് ഫ്രം ദ ഫ്ലോർസ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് നിയോഗിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നഴ്സുമാരാണ്. അതായത് നമ്മളൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ആളുകൾ എന്ത് ചെയ്യും? അണിനിരത്തി നിർത്തും അല്ലെ. അതായത് പട്ടാളത്തെ പോലെ എന്ത് ചെയ്യും? ആളുകളെ അണിനിരത്തി നിർത്തുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെയുള്ള അതായത് ആളുകളൊക്കെ അവിടെ അവൈലബിൾ ആണോ, എല്ലാവരും എല്ലാത്തിനും റെഡി ആയിട്ടാണോ നിൽക്കുന്നതെന്ന് എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്യുക. Then മൂന്നാമത്തേത് are accountable that crash cards are bought and kept in readiness in the triage area.
ട്രയേജ് ഏരിയയിൽ നിന്ന് ക്രാഷ് കാർട്ടുകൾ വാങ്ങുകയും സജ്ജമായി സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ എന്താണ് ക്രാഷ് കാർട്ട് എന്ന് നോക്കണം അല്ലെ. ക്രാഷ് കാർട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത് എമർജൻസി മെഡിസിൻ ആണ് കേട്ടോ. എമർജൻസി മെഡിസിനെയാണ് നമ്മൾ ക്രാഷ് കാർട്ടുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അഡ്രിനാലിൻ എന്ന് പറയുന്നത് എന്താണ്, എമർജൻസി മെഡിസിനുകളാണ്. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്യേണ്ടത്, ട്രയേജ് ഏരിയയിൽ നിന്നും ക്രാഷ് കാർട്ടുകൾ അതായത് എമർജൻസി മരുന്നുകൾ വാങ്ങുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യേണ്ടത്. The last point, make sure that a portable X-ray machine brought and kept in an emergency department. അതുപോലെ തന്നെ പോർട്ടബിൾ എക്സ്റേ മെഷീൻ കൊണ്ടുവന്ന് അത്യാഹിത വിഭാഗത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? നമുക്ക് സെക്യൂരിറ്റി നോക്കാം. സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഇതൊന്ന് നോക്കാം കേട്ടോ. Some of the duties suggested are work in close cooperation with the local police. ലോക്കൽ പോലീസുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം സെക്യൂരിറ്റി സ്റ്റാഫുകൾ സൂക്ഷിക്കണം. ഹോസ്പിറ്റലിന്റെ നമുക്കറിയാം, ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പോലീസ് ഒക്കെ വന്നു കഴിഞ്ഞാല് സെക്യൂരിറ്റി സ്റ്റാഫുകളോട് കൂടുതൽ എന്താ പറയാ സംഭാഷണം നടത്തുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യണം, ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് സെക്യൂരിറ്റി സ്റ്റാഫുകൾക്ക് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്തും ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ക്രമം നിലനിർത്തുക കേട്ടോ. ക്രമസമാധാനം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു പീസ് നിലനിർത്തുക എന്നുള്ളത് സെക്യൂരിറ്റികളുടെ ഡ്യൂട്ടിയാണ്. Then third point, director traffic so as not to block free entry of patients carrying vehicles to and outside the hospital. അതായത് എൻട്രൻസിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഒരിക്കലും തടഞ്ഞു നിർത്താനായിട്ട് പാടില്ല. അതിനകത്ത് എന്താ പറയാ, കൃത്യമായിട്ട് ഇപ്പോ വാഹനങ്ങളിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, നടന്നു വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. അവരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എൻട്രൻസിലേക്ക് കടത്തിവിടണം. ഓക്കെ. Protect the key installation of the hospital, emergency department, hospital working areas, power station, generators, water tanks, water supply, etc. പിന്നെ ചില ഏരിയകളുടെ കീ ഇവരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്തിന്റെയൊക്കെ കീ ആണ്, അപ്പൊ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻ, ജനറേറ്റേഴ്സ് ഇരിക്കുന്ന സ്ഥലം, വാട്ടർ ടാങ്കുകൾ ഇരിക്കുന്ന സ്ഥലം, വാട്ടർ സപ്ലൈ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളുടെയൊക്കെ കീ ആരുടെ കയ്യിലായിരിക്കും, സെക്യൂരിറ്റിയുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. Then restrain and strictly control access to the hospital, direct the entry for authorized persons to appropriate areas, ambulance to emergency, relatives to waiting area, media to VDRO. അതുപോലെ തന്നെ ചില ആളുകൾ വരുമ്പോൾ, അതായത് ഇപ്പൊ ഡോക്ടർമാരെ കാണാനും നഴ്സുമാരെ കാണാനും ഒക്കെ എന്താണ് ഓതറൈസർ ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് കൊടുക്കുക. പിന്നെ എമർജൻസിയിലേക്കുള്ള ആംബുലൻസിന് എൻട്രൻസ് കൊടുക്കുക. റിലേറ്റീവ്സ് വരുവാണെങ്കിൽ അവരെ വെയിറ്റിംഗ് റൂമിലേക്ക് കടത്തി വിടുക. പിന്നെ അതുപോലെ തന്നെ മീഡിയക്കും മീഡിയ റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുക്കുക ആരുടെ ഡ്യൂട്ടിയാണ്, ഈ ഒരു സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. Then sixth point, protect hospital personnel and patients. അതായത് ഹോസ്പിറ്റലിലെ രോഗികളെയും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാണ്, സെക്യൂരിറ്റി സ്റ്റാഫുകളാണ്. Then last point, all hospital personnel should wear identity cards. എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും നിർബന്ധമായിട്ടും ഐഡന്റിറ്റി കാർഡുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഇത്രയും വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് ട്രയേജ് ഏരിയ പറഞ്ഞാലോ. ട്രയേജ് എന്താണ്? ട്രയേജ്
The process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. Triage is done in emergency room, disasters and wars when limited medical resources must be allotted. Enhance the number of survivors. Triage എന്ന് പറഞ്ഞാല് ആളുകളെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ട്രയേജ്. അല്ലെ, എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആളുകളെ തരംതിരിക്കുന്ന രീതിയാണ് ട്രയേജ് സംവിധാനം എന്ന് പറയുന്നത്. ട്രയേജ് എപ്പോഴൊക്കെയാണ് നടപ്പിലാക്കുന്നത്? എമർജൻസി ഘട്ടങ്ങളില്, ഡിസാസ്റ്റർ സമയത്ത്, യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകളില് ട്രയേജ് എന്ന് പറയുന്ന സംവിധാനം നടപ്പാക്കുന്നുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അനുവദിച്ചാൽ മാത്രമേ ട്രയേജ് സംവിധാനം നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ട്രയേജ് കൂടുതൽ ഡീറ്റെയിൽ പറയണ്ടല്ലോ, നമുക്ക് അറിയാമല്ലോ ട്രയേജ് എന്താണെന്ന്. സോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ആളുകളെ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സോർട്ട് ചെയ്യുന്ന രീതിയാണ് ട്രയേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി, അതായത് എമർജൻസി ഘട്ടങ്ങളില് ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെയാണ് ഹോസ്പിറ്റലുകളിൽ എന്ത് നടത്തുക? ട്രയേജ് സിസ്റ്റം കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, then കാറ്റഗറി 1 നമുക്ക് നോക്കാം എന്താ പറയുന്നത്. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അപ്രോക്സിമേറ്റ്ലി 20% പ്രയോറിറ്റി 1. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ അടിയന്തരമായിട്ട് ചികിത്സ ആവശ്യമുള്ളവരെയാണ് നമ്മൾ കാറ്റഗറി 1ൽ ഉൾപ്പെടുന്നത്. പ്രയോറിറ്റി 1 ആണ്. വരുന്ന ആളുകളിൽ 20% ആളുകളാണ് പ്രയോറിറ്റി 1ൽ പെടുക. അപ്പൊ 100 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്ത് 20 പേർക്കാണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ സിവിയർ ബ്ലീഡിംഗ് ആണ്. കാറ്റഗറി 1ൽ പെടുന്ന ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്, അതായത് ഇന്റേണൽ ബ്ലീഡിംഗ് ആവാം, എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആവാം. ഇത് രണ്ടും ഉൾപ്പെടുന്ന പേഷ്യൻസിനെ നമ്മള് പ്രയോറിറ്റി 1ൽ പെടുത്താവുന്നതാണ് കേട്ടോ. സിവിയർ ബ്ലീഡിംഗ്. Then obstruction of respiratory tract. Obstruction of respiratory tract എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ലങ്സില് എയർ ഫ്രീ ആയി പാസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനെയാണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിപ്പോ അറിയാം, നമുക്കിപ്പോ കഫക്കെട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലങ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എയർ മര്യാദക്ക് ഫിൽ ചെയ്യാൻ പറ്റില്ല. അതായത് എയർ സർക്കുലേഷൻ ചെസ്റ്റിന്റെ പാർട്സിലൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം എന്താ? കഫ് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അതുമൂലമാണ് നമുക്ക് മര്യാദക്ക് നേരാവണ്ണം ശ്വസിക്കാൻ പറ്റാത്ത, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള, അതായത് ഒരു ഡിസാസ്റ്റർ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോഴോ എന്ത് ചെയ്യും? നമ്മുടെ ചെസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും? വല്ലാത്ത രീതിയിൽ എന്താ പറയാ, എയറിന് നേരാവണ്ണം ശ്വസിക്കാൻ പറ്റാതെ, ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എയർവേ ഒബ്സ്ട്രക്ഷൻ എന്ന് കൂടി പറയാം കേട്ടോ. എയർവേ ഒബ്സ്ട്രക്ഷൻസ് എന്ന് കൂടി ഇതിന് പേരുണ്ട്. ഓക്കെ, എയർ ഫ്രീ ആയി പാസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണിത്. മൂന്നാമത്തത് ന്യൂമോതൊറാക്സ് ആണ്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ്. നമ്മുടെ ശ്വാസകോശത്തിലോ നെഞ്ചിലോ അബ്നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന എയറിന്റെ കളക്ഷനെയാണ് എന്ത് പറയാ? ന്യൂമോതൊറാക്സ് എന്ന് പറയാ. ഓക്കെ, ലങ്സിനുള്ളില് എയർ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്ത് ലാസ്റ്റ് കൊളാപ്സ് ആകുന്ന അവസ്ഥയാണ് എന്ത്? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ്. ഞാൻ പറയുന്നത് പ്രയോറിറ്റി 1ലുള്ള കണ്ടീഷനുകളാണ് കേട്ടോ. അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ്. അടുത്തത് ഹീമോതൊറാക്സ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? കിട്ടുന്നില്ലേ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഹീമോതൊറാക്സ് ആണ്. ഹീമോതൊറാക്സ് എന്ന് പറഞ്ഞാല് ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് കയറുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് എന്ത് ചെയ്യും? ശ്വാസകോശത്തിലേക്ക്, നമ്മുടെ ലങ്സിനുള്ളിലേക്ക് കയറുന്നതിനെയാണ് എന്ത്?
ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈപ്പോവോൾമിക് ഷോക്ക് കേട്ടോ. ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റം ഡാമേജ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഡാമേജ് ആകുന്നതാണ് എന്ത്? ഹൈപ്പോവോൾമിക് ഷോക്ക്. ഡീഹൈഡ്രേഷൻ എന്താണ്? നിർജ്ജലീകരണം അല്ലെ? ചിലപ്പോൾ ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലം എന്ത് ചെയ്യാം? പുറത്തേക്ക് പോകാം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റം ഡാമേജ് ആകുന്നു. ദാറ്റ് ഈസ് ഹൈപ്പോവോൾമിക് ഷോക്ക്. ദെൻ അടുത്തത് എക്സ്ട്രീമിറ്റി സിവിയർലി ഇഞ്ചേർഡ്. അതായത് എക്സ്ട്രീം ആയിട്ട്, അതിന് കൂടുതൽ വിശദീകരണം വേണ്ട, സിവിയർ ആയിട്ട് പരിക്കുകൾ പറ്റുന്നവര്, ഭയങ്കരമായിട്ടുള്ള പരിക്കുകൾ പറ്റുന്നവരെയാണ് എക്സ്ട്രീമിലി സിവിയർലി. എക്സ്ട്രീമിലി എന്നാണ്, എക്സ്ട്രീമിറ്റി എന്നൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. എക്സ്ട്രീമിലി സിവിയർലി ഇഞ്ചേർഡ്. ഓക്കെ, മാരകമായിട്ടുള്ള പരിക്കുകൾ പറ്റുന്നവര്. ദെൻ ഫേഷ്യൽ ബേൺസ്. ഫേഷ്യൽ ബേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐസ് ഉണ്ട്, നമ്മുടെ നോസ്, മൗത്ത്, ഇയർ, ഇത്രയും ഭാഗങ്ങൾക്ക് ഡാമേജ് പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് ഫേഷ്യൽ ബേൺസ് എന്ന് പറയാം. നമ്മുടെ ഐ, നമ്മുടെ നോസ്, നമ്മുടെ മൗത്ത്, നമ്മുടെ ഇയർ, ഇത്രയും ഭാഗങ്ങൾക്ക് പരിക്കുകൾ പറ്റുന്നതാണെങ്കിൽ അതിനെ ഫേഷ്യൽ ബേൺസ് എന്ന് പറയാം. Then burns to upper respiratory tract. Burns to upper respiratory tract എന്ന് പറഞ്ഞാൽ നമ്മുടെ താടിയെല്ലുണ്ടല്ലോ, നമ്മുടെ താടിയെല്ലിനും നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, നെഞ്ചിന്റെ ഈ ഭാഗത്തിനും ഇടയിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജുകൾ പറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. താടിയെല്ലിനും നെഞ്ചിനും ഇടയിലായിട്ടുള്ള ഭാഗം. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഇപ്പൊ പ്രയോറിറ്റി 1 എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? കാറ്റഗറി 2 പെടുന്നത് നോക്കാം നമുക്ക്. ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ് കാറ്റഗറി 2. അപ്രോക്സിമേറ്റ്ലി 40% ആണ് വരിക കേട്ടോ. 40% ആളുകൾക്കാണ് ഇങ്ങനെയുള്ള കാറ്റഗറി 2 പെടുത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഫ്രാക്ചേഴ്സ്. ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിക്കുകള്. ഞാൻ പറയാം, ന്യൂമോതൊറാക്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പരിക്കുകളാണ് കേട്ടോ. പരിക്കുകളെയാണ് ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇപ്പോ നമ്മുടെ ഈ ഷോൾഡറിന്റെ ഒക്കെ കുഴ തെറ്റാന്ന് പറയില്ലേ, എന്തെങ്കിലും ഡാമേജ് പറ്റി കുഴ തെറ്റുക അല്ലെങ്കിൽ ചതവ് പറ്റാന്നൊക്കെ പറയില്ലേ നമ്മള്. ഡിസ്ലൊക്കേറ്റഡ് ആവുക, ജോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം? ഡിസ്ലൊക്കേറ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ, നമ്മുടെ വയറിന്റെ ഭാഗത്ത് പരിക്കുകൾ പറ്റുക. ദെൻ തൊറാക്സ്, നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റുക. ദെൻ യൂറോജെനിറ്റൽ ട്രാക്ട്. യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ കിഡ്നി, യൂട്രസ്, ബ്ലാഡർ, ഈ 3 ഓർഗൻസിനും എന്തെങ്കിലും പരിക്കുകൾ പറ്റുകയാണെങ്കിൽ അതിനെ യൂറോജെനിറ്റൽ ട്രാക്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കിഡ്നി ഉണ്ട്, യൂട്രസ് ഉണ്ട്, ദെൻ ബ്ലാഡർ ഉണ്ട്. ഈ 3 ഓർഗൻസിനും ഡാമേജ് വരുവാണെങ്കിൽ അതിനെ യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയും. ഓക്കെ. ദെൻ അടുത്തത് സ്കള്ളർ ബ്രെയിൻ. സ്കള്ളർ അതായത് നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ, ദെൻ ബ്രെയിൻ അതായത് നമ്മുടെ തലച്ചോറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പരിക്കുകൾ പറ്റുവാണെങ്കിൽ അതൊക്കെ നമുക്ക് കാറ്റഗറി 2 പെടുത്താവുന്നതാണ്. ലാസ്റ്റ് വൺ, 2 and 3 degree ബേൺസ്. 2 and 3 degree ബേൺസ് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം, അതാണ് കൂടുതൽ എളുപ്പം. 2 degree ബേൺ ആദ്യം പറഞ്ഞുതരാം. 2 degree ബേൺ അതായത് നമ്മുടെ കൈ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പോസ്റ്റുമ ചെന്ന് നമ്മുടെ കൈ ഇടിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ കൈ ഇടിക്കുമ്പോൾ നമ്മുടെ ഈ തൊലി ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് എന്തെങ്കിലും റെഡ്നെസ്സോ അല്ലെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് വീർത്ത് വരികയോ അല്ലെങ്കിൽ അവിടെ ഒരു പോറലോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? 2 degree ബേൺ എന്ന് വിശേഷിപ്പിക്കാം കേട്ടോ. ഇതേ കാര്യം തന്നെ നമുക്കൊരു പൊള്ളലായിട്ട് ഉപമിക്കാം. അതേ സിമിലർ ചെയ്യാം. അതായത് ഒരു പൊള്ളലേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരു കോമള വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വീർത്ത് വരികയാണ് അല്ലെങ്കിൽ അവിടെ റെഡ്നെസ് അനുഭവപ്പെടുവാണെങ്കിൽ നമുക്ക് അതിനെ 2 degree ബേൺസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് 3 degree ബേണിലോട്ട് മാറ്റാം.
ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്, പോസ്റ്റിൽ ചെന്ന് കൈ ഇടിക്കുകയാണ് അല്ലെ, കൈ ഇടിക്കുമ്പോൾ പെട്ടെന്ന് വീർത്ത് വരുന്നു, അല്ലെങ്കിൽ റെഡ്നസ് അവിടെ ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് 2 degree burns. ഇനി നമ്മള് എന്താ പറയാ, പോസ്റ്റിൽ ചെന്ന് നമ്മുടെ കൈ ഒന്ന് ഇടിക്കുമ്പോൾ നമ്മുടെ എല്ലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയോ നമ്മുടെ ഉള്ളിലെ പേശികൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റുകയോ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, 3 degree burn എന്ന് വിശേഷിപ്പിക്കാം. ക്ലിയർ ആണോ? നമ്മുടെ സ്കിന്നിന്റെ ഭാഗത്താണ് എന്തെങ്കിലും ഡാമേജ് എങ്കിൽ കുഴപ്പമില്ല അല്ലെ, അതിന് നമുക്ക് ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. സിവിയർ ആയിട്ടാണെങ്കിൽ കാണിക്കേണ്ടി വരും, അല്ലാതെ നോർമൽ ആയിട്ടാണെങ്കിൽ പ്രശ്നമില്ല. ദാറ്റ് ഈസ് 2 degree burn. നമ്മുടെ അകത്തെ മസിലുകൾക്കോ അല്ലെങ്കിൽ എല്ലുകൾക്കോ എന്തെങ്കിലും ഡാമേജ് പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് 3 degree burn എന്ന് വിശേഷിപ്പിക്കാം. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ. കാറ്റഗറി 4 കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഒന്ന് അവസാനിപ്പിക്കാം. ഇപ്പൊ തന്നെ കഴിയും കേട്ടോ. കാറ്റഗറി 3 വരുന്നത് മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. മൈനർ വൗണ്ട്സ്, അതായത് ചെറിയ പരിക്കുകള്, സ്മോൾ ഫ്രാക്ചേഴ്സ്, ചെറിയ മുറിവുകള്, ചെറിയ പരിക്കുകള്, സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്കുകള്, അതൊക്കെയാണ് കാറ്റഗറി 3 വരുന്നത് കേട്ടോ. ഓക്കെ. Then category 4 വരുന്നത് expectant treatment, dying or injured with no chance of survival. അതായത് ഡെത്ത് ആവാൻ പോകുന്ന പേഷ്യൻസ്, സർവൈവലിന് സാധ്യത ഇല്ലാത്ത പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, കാറ്റഗറി 4 നമ്മൾ ഉൾപ്പെടുത്തുക. ഓക്കെ, അത്രയും മതി. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മാം, when disaster strike activities in hospital എന്നുള്ളതല്ലേ, അതൊന്ന് ഓടിച്ചൊന്ന് പറയാമോ? ഏതാണ്? when disaster strike activities in hospital authorized individuals are called. ഏത് ഹെഡിങ് ആണ് മോളത്? ഡിസാസ്റ്റർ ഫേസ് ഇല്ലേ മാം? ഡിസാസ്റ്റർ ഫേസോ? അതിലെ ആ ഇൻസിഡന്റ് സ്റ്റാഫ് കഴിഞ്ഞിട്ടുള്ള വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്ക്, ആ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത് എയും ബി ആണോ പറയുന്നത്? അല്ല, അതിന് താഴെയുള്ളത് മാം. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്ക്, അതായത് ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഡോക്ടർ മേജർ പ്രഖ്യാപിക്കാനായിട്ട് അനുമതി കൊടുക്കുക. ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാല് സിഇഒ ഉണ്ട്, മെഡിക്കൽ ഡയറക്ടർ ഉണ്ട്, നഴ്സിംഗ് ഡയറക്ടർ ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ ഫിസിഷ്യൻസ് ഉണ്ട്. ഇവരെയാണ് എന്ത് ചെയ്യുക, ഓതറൈസ്ഡ് ആളുകൾ എന്ന് പറയുന്നത് നമ്മള്. അപ്പോ ഇവരുടെ നിർദ്ദേശപ്രകാരം ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് പറയും, ഡോക്ടർ മേജർ എന്ന് പ്രൊക്ലെയിം ചെയ്യും. അത് എങ്ങനെയാണ്, 3 മിനിറ്റില് ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും 3 സമയമാണ് എന്ത് ചെയ്യുക, അതിൽ 3 ടൈംസ് ആണ് എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ഇതിലൂടെ, ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ എല്ലാ ആളുകളിലേക്കും ഇത് എത്തുവാണ്. അതായത് ഓഫ് ഡ്യൂട്ടിയിലുള്ള ആളുകൾ ഉണ്ടാവും, ഹോസ്പിറ്റലിന് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവരൊക്കെ എന്ത് ചെയ്യുന്നു, വിളിച്ചു വരുത്തുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ തന്നെ പ്രധാനപ്പെട്ട ഏരിയകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പല പല ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ മാം, താങ്ക് യു. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ എയറിനുള്ളില് വലിയ രീതി, നമ്മുടെ ലങ്സിനുള്ളില് എയർ വലിയ രീതിയിൽ കൊളാപ്സ്, അക്യുമുലേറ്റ് ചെയ്ത് ലാസ്റ്റ് കൊളാപ്സ് ആകുന്ന അവസ്ഥയാണ് എന്ത്, ന്യൂമോതൊറാക്സ്. അതായത് കൂടുതലായിട്ട് എയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലങ്സിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എയർ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുമ്പോൾ എന്ത് ഉണ്ടാവും, നമുക്ക് പ്രഷർ ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് എയർ ഇല്ലെങ്കിലും, ശ്വസിക്കാനായിട്ട് എയർ ഇല്ലെങ്കിലും എയർ കൂടുതലായിട്ട് ഉണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. അപ്പൊ കൂടുതലായിട്ടുള്ള എയറിന്റെ അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ദ ലങ്സ് ആണ് എന്ത്, ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ല? ഞാൻ ഈ ഒബ്സ്ട്രക്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ക് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണോ? ശ്വാസകോശത്തിനുള്ളിൽ എയർ ഫ്രീ ആയിട്ട് എന്താ പറയാ, പാസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ.
കേട്ടോ? ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുമ്പോൾ എയർ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ചെയ്യുന്നുണ്ട് അവിടെ. അതാണ് ന്യൂമോതൊറാക്സ്. എന്നാൽ എയർ വേണ്ട രീതിയിൽ പാസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണ് എന്ത്, ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മൾ കോഡുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. കോഡുകൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എല്ലാവർക്കും ക്ലിയർ ആണോ? ശ്രീജ, സുജിത്തെ ക്ലിയർ ആണോ മോളെ? ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വായിക്കാം. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക കേട്ടോ. കാറ്റഗറി 1 ഏതൊക്കെയാണ് വരുന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 2 അതാണ് അത് പറഞ്ഞു തന്നത് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെന്നാ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം.